ഹായ് ഓൾ, സർദ ടൈപ്പ് 4ന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 പാർട്ടായിട്ട് സ്റ്റെപ്പ് 4 വരെ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെപ്പ് 1ൽ നമ്മൾ എച്ചും ഡിയും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എച്ചും ഡിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെത്രയാണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രപ്പീസോയിഡൽ ക്രസ്റ്റിന്റെ ഡിസൈൻ ചെയ്തു. അതിനുവേണ്ടി നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടതിന് ശേഷം നമ്മൾ വെലോസിറ്റി ഹെഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടോട്ടൽ എനർജി ലൈനിന്റെ ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടൽ എനർജി ലെവൽ കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ ക്രസ്റ്റ് നിൽക്കുന്ന ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. സ്പെസിഫിക് എനർജി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. സ്പെസിഫിക് എനർജി എന്താണ്? y plus v square by 2g. അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലെവലിൽ നിന്ന് എന്ത് കുറയ്ക്കാം? നമുക്ക് z വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജി കിട്ടും. അങ്ങനെ ഇത് മൂന്നും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ സിസ്റ്റേൺ ഈ ഒരു പോർഷന്റെ x എത്രയാണ്, l എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആ എക്സിന് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു, എല്ലിനും ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു. അതിന്റെ ലെവൽ, അതായത് സിസ്റ്റം കിടക്കുന്ന റെഡ്യൂസ് ലെവൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഡ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്ററിന്റെ ഡെപ്ത് കുറച്ചിട്ട് അവിടെയുള്ള ലെവലും കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് 3ൽ ചെയ്തു. സ്റ്റെപ്പ് 4ലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഹെഡിങ്ങിൽ ഞാനിവിടെ ഡെപ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ എന്നാക്കാം. കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ആണ്. അപ്പോൾ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോറിൽ നമ്മൾ ആദ്യം സീപ്പേജ് ഹെഡ് എത്രയാണെന്ന് പറഞ്ഞു. നമ്മൾ ബ്ലൈസ് കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മൾ എത്രയാണ് ക്രീപ്പ് ലെങ്ത് എന്ന് ഡിറ്റർമിൻ ചെയ്തു. ഇനി അതിന് വേണ്ടിയിട്ട് അത് എത്ര ഹൊറിസോണ്ടൽ ക്രീപ്പ് ഉണ്ടാവും, എത്ര വെർട്ടിക്കൽ ക്രീപ്പ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും പൈൽസ് കൊടുക്കണം, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അതിന്റെ അപ്സ്ട്രീം കട്ട് ഓഫിൽ നമ്മൾ ഡെപ്ത് ഓഫ് പൈൽ എത്രയാണെന്ന് അസ്യൂം ചെയ്തു, ഡൗൺ സ്ട്രീമിൽ അതുപോലെ അസ്യൂം ചെയ്തു. എന്നിട്ട് അത് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പൊ അത് ഓക്കെ ആയി. അതിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ ലെങ്ത് എടുത്തു. വെർട്ടിക്കൽ ലെങ്ത്തിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ക്രീപ്പ് എന്ന് ആ വെർട്ടിക്കൽ ലെങ്ത് കുറച്ചിട്ട് എത്രയായിരിക്കും ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് വേണ്ടതെന്ന് കണ്ടുപിടിച്ചു. 15 മീറ്റർ കിട്ടി. ഇനി ഈ 15 മീറ്റർ നമ്മൾ എന്ത് ചെയ്തു? അപ്സ്ട്രീം സൈഡിൽ, അതായത് നമ്മുടെ സിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഈ ക്രസ്റ്റിന്റെ അപ്സ്ട്രീം സൈഡിലും കൊടുക്കണം, ഡൗൺ സ്ട്രീം സൈഡിലും കൊടുക്കണം. അത് എത്രയാണെന്ന് അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഈക്വേഷൻ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം പോർഷനിൽ, ഡൗൺ സ്ട്രീം വാളിന് ഡയറക്റ്റ് ഇക്വേഷൻ, ഡൗൺ സ്ട്രീം ഫ്ലോറിന് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീമിൽ 8 മീറ്റർ കൊടുക്കണം എന്ന് കണ്ടുപിടിച്ചു. അപ്സ്ട്രീമിൽ നമ്മൾ എത്ര കൊടുക്കും? 7 മീറ്റർ. റിമൈനിങ് 7 മീറ്റർ നമ്മൾ എന്ത് ചെയ്തു? അപ്സ്ട്രീമിൽ കൊടുത്തു. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നമ്മൾ സ്റ്റെപ്പ് 4ൽ ചെയ്തത്. സ്റ്റെപ്പ് 4ൽ ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ പോർഷനിലെ അപ്ലിഫ്റ്റ് പ്രഷർ എത്രയായിരിക്കും, അതിന് കറസ്പോണ്ടിങ്ങിൽ തിക്നെസ് എത്രയായിരിക്കണം എടുക്കണം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ 4 പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ അപ്സ്ട്രീം സൈഡിലെ തിക്നെസ്സിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും കരുതേണ്ട ആവശ്യമില്ല. കാരണം അവിടെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് ഏതായിരിക്കും? വെയിറ്റ് ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മിനിമം തിക്നെസ് അവിടെ കൊടുത്താൽ മതി. 0.4 മീറ്റർ എന്ന് നമ്മൾ അവിടെ തീരുമാനിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ബാക്കിയുള്ള ഏതൊക്കെ പോയിന്റ്സിൽ നമുക്ക് വേണം എടുക്കണം എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൺസിഡർ ചെയ്തത് മിനിമം വെർട്ടിക്കൽ ഓർഡിനേറ്റ് ബിറ്റ്വീൻ ബ്ലൈസ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലെവൽ ആൻഡ് ഫ്ലോർ ലെവൽ. അത് എത്രയാണോ അത് കറസ്പോണ്ടിംഗ്ലി നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ എടുത്തു. അപ്ലിഫ്റ്റ് പ്രഷറിന് കറസ്പോണ്ടിംഗ്ലി നമ്മൾ തിക്നെസ് എത്രയായിരിക്കണം എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിമൈനിങ് സ്റ്റാറ്റിക് ഹെഡ് ടു ബി ബാലൻസ്ഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനനുസരിച്ച് നമ്മൾ തിക്നെസ് എത്രയായിരിക്കണം എടുക്കേണ്ടതും കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് എത്ര എടുത്തു? 2.24 എടുത്തിട്ട് ഓരോ പോർഷനിലുള്ളത് എത്രയായിരിക്കും തിക്നെസ് എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ സാമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ മാക്സിമം അപ്ലിഫ്റ്റ് പ്രഷർ എവിടെയാണ് വരുന്നത് ആ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഡൗൺ സ്ട്രീം ടോ എൻഡ് മാത്രമേ ചെയ്തുള്ളൂ. ഇതേപോലെ നമ്മുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഡിഫറെന്റ് പോയിന്റ്സിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഓരോരോ പോയിന്റ്സും എടുക്കണം. പക്ഷെ നമ്മളിവിടെ ഒരൊറ്റ പോയിന്റ് മാത്രം എടുത്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പ്രൊവൈഡ് എ മിനിമം തിക്നെസ് ഓഫ് 0.6 മീറ്റർ എന്ന് തീരുമാനിച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിൽ ആവശ്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നുള്ളത് എടുത്തു പറഞ്ഞു. ഇത്രയാണ് അവിടെ നാലാമത്തെ പോയിന്റിൽ, നാലാമത്തെ സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോറിൽ നമ്മൾ പറഞ്ഞത്. ഇനി സ്റ്റെപ്പ് 5ലേക്ക് പോവാം. സ്റ്റെപ്പ് 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഓഫ് ഫ്ലോ തിക്നെസ് ബൈ കോസ്ലർ തിയറി. ഈ ഒരു സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ദ ഫ്ലോർ ഓൺ ദ ബേസിസ് ഓഫ് Bliss creep theory taking coefficient of creep equal to 8 എന്നാണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ കോസ്ല തിയറി വെച്ചിട്ട് ഡിസൈൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ചെക്ക് ദ ഡിസൈൻ യൂസിങ് കോസ്ല തിയറി എന്ന് പറയും. ഓക്കെ, അത്തരത്തിൽ പറയുമ്പോൾ കോസ്ല തിയറി വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ സേഫ് എക്സിറ്റ് ഗ്രേഡിയന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് 5 ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷണലി സെന്റൻസ് ആഡ് ചെയ്യുവാണ്. ചെക്ക് ദ ഡിസൈൻ by Kosla theory and make changes if necessary. Take safe exit gradient as 1/5. ഓക്കെ, ഇങ്ങനെ ഒരു പോർഷൻ എക്സ്ട്രാ പോർഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് 5 ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് 5 അങ്ങ് സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫ്ലോർ തിക്നെസ് ബ്ലൈസ് ക്രിപ്പ് തിയറി വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് 6ലേക്ക് പോവാം. അതല്ല ഇങ്ങനെ ഒരു പോർഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അഡീഷണലി അതിന്റെ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 5ലേക്ക് പോവാം. അപ്പൊ സ്റ്റെപ്പ് 5ലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഏറ്റവും മിനിമം എങ്ങനെയാണോ സ്റ്റെപ്പ് 5 ചെയ്യേണ്ടത് അത്തരത്തിൽ മാത്രമേ ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 5 ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എക്സിറ്റ് ഗ്രേഡിയന്റ് ഇക്വേഷൻ. ഈ എക്സിറ്റ് ഗ്രേഡിയന്റ് ഇക്വേഷൻ നമ്മൾ കോസ്ല തിയറി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. എക്സിറ്റ് ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു G ഈസ് ഈക്വൽ ടു 1/π ലാംഡ ഇൻറ്റു HS ബൈ D2. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ GE തന്നിട്ടുണ്ട്. GE ഈസ് 1/5 എന്ന് തന്നിട്ടുണ്ട്. സീപ്പേജ് ഹെഡ് ഈസ് 2.42 ആണ് നമ്മൾ എടുക്കുന്നത്. ഈ D2 എന്ന് പറഞ്ഞ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ആണ്. ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഈസ് ടേക്കൺ ആസ് 1.5. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ 1/π ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എന്തിനാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫിലേക്ക് ഈ 1/π ലാംഡ ആണ് വേണ്ടത്. ഓക്കെ, 1/π ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ 1/π ലാംഡ വിൽ ബി ഈക്വൽ ടു GE ഇൻറ്റു D2 by HS ആയിരിക്കും. GE into D2 by HS. So what is GE? GE is 1/5. D2 is 1.5 divided by 2.42. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി 0.13 ആയിരിക്കും. ഓക്കെ, 1/π ലാംഡ is equal to 0.13. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫിലേക്ക് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ആൽഫ വേഴ്സസ് 1/π ലാംഡ. എന്നിട്ട് എത്രയാണ് ആൽഫ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കൊന്ന് എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്, 1/π ലാംഡ ഈക്വൽ ടു 0.13 മാർക്ക് ചെയ്യണം. അപ്പൊ ഇത് ഈ ഒരു വാല്യൂസ് ആണ് 1/π ലാംഡയുടെ വാല്യൂ. അപ്പൊ നമ്മുടെ വാല്യൂ ഏകദേശം ഈ ഒരു പോയിന്റിലോട്ട് വരും. അതായത് 0.1 0.15 ഇടയിലോട്ട് വരും. അപ്പൊ ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൊജക്ട് ചെയ്യുന്ന എവിടേക്കാണ്, ഈ ഒരു കേവിലേക്കാണ്. കേവ് ആണ് എന്ത് കേവ് ആണ് എന്ത് ആൽഫയുടെ കേവ്. അപ്പൊ ഇതിലേക്ക് നമ്മളൊന്ന് ഡയറക്ട്ലി പ്രൊജക്ട് ചെയ്ത് പോവുക. അപ്പൊ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാല്യൂ നേരെ ടച്ച് ചെയ്യുക 10ലേക്കായിരിക്കും. കറക്റ്റ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മിനിമം ഡീറ്റെയിൽസ് ഉള്ള ഗ്രാഫ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ് തന്നെ എടുക്കുക. അതായത് BC പൊന്മയുടെ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ് തന്നെ എടുക്കുക. അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 0.13 പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടുക 10.5 ആണ്. Okay, so here alpha value will be obtained as 10.5. നമുക്ക് ഈ ആൽഫ വാല്യൂ എന്താണെന്ന് അറിയാം. ആൽഫ വാല്യൂ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്ന ഈ എക്സിറ്റ് ഗ്രേഡിയന്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ആൽഫ ഈക്വൽ ടു B by D. Then if alpha is equal to B by D, then B will be equal to alpha D ആയിരിക്കുമല്ലോ, ആണ് അല്ലേ? സോ B is equal to നമുക്കിപ്പം ഗ്രാഫിൽ നിന്നും കിട്ടിയിരിക്കുന്ന ആൽഫ വാല്യൂ എത്രയാണ്, 10.5 ആണ്. 10.5 into D value is 1.5 അല്ലെ? നമ്മൾ ഡൗൺ സ്ട്രീം കട്ട് ഓഫിന് എടുത്തിരിക്കുന്ന ഇത് എത്രയാണ്, 1.5. സോ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 15.75. നമ്മുടെ കിട്ടുന്ന ആൽഫ വാല്യൂ എത്രയാണ് വരുന്നത്, B വാല്യൂ എത്രയാണ് വരുന്നത്, 15.75. അതായത് കംപ്ലീറ്റ് വിഡ്ത്ത് ഓഫ് ദി സ്ട്രക്ചർ വിൽ ബി ഈക്വൽ ടു 15.75. പക്ഷെ നമ്മൾ ഡിസൈനിൽ, നമ്മളിപ്പോൾ സ്റ്റെപ്പ് 4 ഡിസൈനിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലോറിന്റെ ലെങ്ത് എത്രയാണ്, 15 ആണ്. അപ്പൊ അഡീഷണലി യു ഹാവ് ടു ഗീവ് 0.75 മീറ്റർ ലെങ്ത് എക്സ്ട്രാ.
ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്ലോർ ലെങ്ത് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ് 15 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 0.75 മീറ്റർ എക്സ്ട്രാ ലെങ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ കൊടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് 1.5 എടുത്തിരിക്കുന്നത് അല്ലേ, അതിന്റെ ലെങ്ത് ഇംപ്രൂവ് ചെയ്തിട്ട് എബവ് മോർ ദാൻ 1.5 എടുത്തിട്ടും ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം വരിക ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഒന്ന് അറേഞ്ച് ചെയ്യുക, അതായത് D2 വാല്യൂ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ സെയിം പ്രൊസീജിയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ B വാല്യൂ വരുന്നത് നോക്കുക. ഓക്കെ, അത്തരത്തിൽ നമുക്കിത് വീണ്ടും സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് അവിടെ ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് എന്താണ്, ഇവിടെ എക്സിറ്റ് ഗ്രേഡിയന്റ് വെച്ചിട്ട് നമ്മൾ B വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് B വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസൈനിൽ എടുത്തിരിക്കുന്ന കുറവാണെന്ന് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്തു. ഇത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോസ്ല തിയറിയുടെ സ്റ്റെപ്പ് 5 കൺക്ലൂഡ് ചെയ്യുന്നു. കാരണം കൂടുതലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സ്റ്റെപ്പിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ടി വരും, ചിലപ്പോൾ കൺഫ്യൂഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മിനിമം ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ സ്റ്റെപ്പ് മിനിമം ഡീറ്റെയിൽസ് വെച്ചിട്ട് ചുരുക്കി മാത്രം ചെയ്യുന്നു. ഓക്കെ, ആകെ നമ്മൾ എന്ത് ചെയ്യുന്നത്, B നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ആണോ അല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് അത് എത്രയാണ് അഡീഷണലി കൊടുക്കേണ്ടതെന്ന് മാത്രം ഒന്ന് സ്പെസിഫിക്കലി എടുത്തു പറയുന്നു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 6ലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 6 ആണ് ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം വിങ്സ്. അതായത് നമ്മൾ അപ്സ്ട്രീം ബെഡ് പറഞ്ഞു, ട്രസ്റ്റ് ഓഫ് സ്ട്രക്ചർ പറഞ്ഞു, അതിനുശേഷം ഒരു സിസ്റ്റേൺ കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഡൗൺ സ്ട്രീം സൈഡ് കൊടുക്കാൻ. ഈ ഡൗൺ സ്ട്രീം സൈഡിൽ ഇതിപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ ആണ്. നമ്മൾ ഇതല്ലാതെ നമ്മളൊരു സൈഡ് വ്യൂ അല്ലാതെ നമ്മളൊരു പ്ലാൻ നോക്കുവാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ സ്ട്രക്ചർ ഇവിടെയാണ് സ്ട്രക്ചറിങ് വരുന്നതെങ്കിൽ ഫ്ലോ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ഒരു ഡൗൺ സ്ട്രീം പൊസിഷന് എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് സൈഡിനെ നമ്മൾ ഡൗൺ സ്ട്രീം വിങ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ വിങ് പോർഷന്റെ ഡിസൈൻ ആണ് നമ്മൾ സ്റ്റെപ്പ് 6ൽ ചെയ്യുന്നത്. സോ കീപ് ദ ഡൗൺ സ്ട്രീം വിങ്സ് വെർട്ടിക്കൽ. Here we are going to keep the downstream wings vertical. Okay, so the length of downstream wing നമ്മൾ ഇവിടെ directly equation എടുക്കുകയാണ്. L equal to 6 into root of EHL. So what is E? E is specific energy. HL എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, ഇത് രണ്ടും ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ പ്രീവിയസ്ലി ചെയ്തതാണ് എങ്കിൽ കൂടി അതിലേക്ക് ഒന്ന് പോയിട്ട് ആ വാല്യൂസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. So here see specific energy നമ്മൾ 0.916 അല്ലെങ്കിൽ approximately equal to 0.91 എടുത്തിട്ടുണ്ട്. ആ വാല്യൂ യൂസ് ചെയ്യുക. അതുപോലെ HL എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അപ്സ്ട്രീം ഫുൾ സപ്ലൈ മൈനസ് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ വെച്ചിട്ട് നമ്മൾ 1.5 HL നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും കൂടി നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം വിങ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ അത് പ്രകാരം നമ്മൾ സ്പെസിഫിക് എനർജി 0.91 ഉം HL 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് this is approximately equal to 7.03 അല്ലെങ്കിൽ 7 മീറ്റർ കിട്ടും. ഓക്കെ, approximately equal to 7 മീറ്റർ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മൾ എടുക്കുക, ഡൗൺ സ്ട്രീം വിങ്സിന്റെ വെർട്ടിക്കൽ ലെങ്ത് 7 മീറ്റർ ആയിട്ട് എടുക്കുക. സോ ദ വിങ്സ് വുഡ് ബി വാർപ്ഡ് to 1:1 slope at a display of 1:3. ഡിസ്പ്ലേ ഓഫ് 1:3. അപ്പോൾ ഇതെന്താണ് ഡിസ്പ്ലേ ഓഫ് 1:3? നമ്മൾ ഡിസൈനിലേക്ക് നമ്മൾ ഡ്രോയിങ്ങിലേക്ക് ഡിസൈൻ കഴിഞ്ഞ് ഡ്രോയിങ്ങിലേക്ക് വരുമ്പം എന്താണ് ഈ 1.3 എന്ന് നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാവും. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ഡിസ്പ്ലേ എത്രയാണ്, 1:3 ആണ്. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് ഡൗൺ സ്ട്രീം വിങ്സ് അബൌവ് ദ ബെഡ്. ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് ഡൗൺ സ്ട്രീം വിങ് അബൌട്ട് ദ ബെഡ്. അതായത് നമ്മൾ ഇവിടെ ഡൗൺ സ്ട്രീം വിങ്ങിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ കൂടെ വന്ന വാട്ടർ ഈ സിസ്റ്റേണിൽ വീണ് ഇങ്ങോട്ട് പോകുന്നു അല്ലേ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ അകത്ത് വാട്ടർ ഡെപ്ത് ഈ പോർഷനിലെ ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തന്നെ 1.8 ആണ്. അപ്പൊ 1.8 എന്തായാലും ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഡെപ്ത് ഉണ്ടാവും. അപ്പോൾ എത്ര ഹൈറ്റിലേക്ക് നമ്മൾ ഈ ഡൗൺ സ്ട്രീം സൈഡ് രണ്ട് സൈഡിലായിരിക്കും നമ്മൾ കെട്ടിപ്പൊന്തിക്കണം. അപ്പൊ നമ്മൾ കറക്റ്റ് 1.8 പൊന്തിച്ചാൽ മതിയോ, പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഫ്രീ ബോർഡും കൂടി ആഡ് ചെയ്യണം. അതായത് മാക്സിമം അവിടെ വരാൻ പോകുന്ന വാട്ടർ ഡെപ്ത് 1.8 ആണ്. ആ സൈഡ് വോളിന്റെ ഹൈറ്റ് അതിനെക്കാട്ടി കൂടുതൽ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1/2 മീറ്റർ അധികം കെട്ടിയെടുക്കുന്നു. ഓക്കെ, സോ 1.8 പ്ലസ് 0.5 ആയിരിക്കും ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡൗൺ സ്ട്രീം വിങ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.3 മീറ്റർ. Okay, so horizontal projection of this on 1:1 slope will be equal to 2.3 meter. Okay, ഇതിന്റെ horizontal projection എന്തായിരിക്കും, 2.3 meter ആയിരിക്കും ഏറ്റവും ടോപ്പിലുള്ള അതിന്റെ width, downstream wingന്റെ width. ഇനി
Using a splay of 1 in 3, length. ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ യൂസിങ് എ സ്പ്ലേ ഓഫ് 1 in 3, the length of warped wings, ഏറ്റവും എൻഡിലേക്ക് വാർപ്പ് ചെയ്തെടുക്കുന്ന വിങ്സിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയണം. സോ ഹിയർ ഹൗ ടു കാൽക്കുലേറ്റ് ഈസ്, നമുക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ 2.3 ആയതുകൊണ്ട് തന്നെ 1:1 സ്ലോപ്പിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ 2.3 ആണ്. അതേസമയം സ്പ്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.3 ആണ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ ഈ ഫിഗർ വരക്കുമ്പോഴേക്കും കിട്ടും കേട്ടോ. അപ്പൊ ഈ 2.3യിൽ 1 in 3 ആക്കണം നമ്മൾ വാർപ്ഡ് വിങ്സ് വരേണ്ടത്. അപ്പൊ ആ വാർപ്ഡ് വിങ്സിന്റെ ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2.3 into 1:3 അല്ലേ. So into 3. So this will be equal to 6.9 ആയിട്ടാണ് വരിക. നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7 മീറ്റർ എടുക്കും. അപ്പൊ ആ വാർപ്ഡ് വിങ്സിന്റെ ലെങ്ത് എത്രയായിട്ട് വരും, 7 മീറ്റർ വരും. അഗെയിൻ ലെങ്ത് ഓഫ് വെർട്ടിക്കൽ വിങ്സ് എത്ര വരും, 7 മീറ്റർ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡൗൺ സ്ട്രീം വിങ്ങിൽ ഡിസൈൻ ചെയ്യേണ്ടത്. ഒന്ന്, ഡൗൺ സ്ട്രീം വിങ് വെർട്ടിക്കലിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ദെൻ സ്പ്ലേ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് 1 in 3 സ്പ്ലേ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വാർപ്ഡ് വിങ്സിന്റെ ലെങ്ത് എത്രയായിട്ട് വരും, 7 മീറ്റർ വരും. അതെങ്ങനെയാ വരുന്നത്, നമ്മൾ ടോട്ടൽ വിങ്ങിന്റെ ഹൈറ്റ് എത്രയാണോ അതിന്റെ 3 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്പ്ലേയുടെ ലെങ്ത് കിട്ടും. ഓക്കെ, സോറി, വാർപ്ഡ് വിങ്സിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം വിങ് കഴിഞ്ഞു. ഓക്കെ, വെർട്ടിക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ ഹൈറ്റ്, വിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ആ വിങ് ഹൈറ്റ് കിട്ടിയതിന് ശേഷം വാർപ്ഡ് വിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 6ലേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്, സ്റ്റെപ്പ് 7 ആണ്, ഡൗൺ സ്ട്രീം പിച്ചിങ്. Now for the step 7 we will take 3 subheadings. The first one is bed pitching. ഓക്കെ, അപ്പൊ ബെഡ് പിച്ചിങ്ങിന്റെ കേസിൽ, നമ്മുടെ ചാനലിന്റെ ബെഡിന്റെ പിച്ചിങ്ങിന്റെ കേസിൽ what we have to do is provide about 200 mm thick dry brick pitching consisting of 1 brick on edge laid over 1 flat brick resting on 100 mm ballast. So here in this case we know that our H value is 0.88 meter. H value 0.88 മീറ്റർ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് 1ൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് എച്ച് ആൻഡ് ടി ചെയ്തപ്പോൾ എച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എച്ച് ഈക്വൽ ടു 0.88 മീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ എച്ച് വാല്യൂ ആണ്. ആ എച്ച് വാല്യൂവിന് കറസ്പോണ്ടിങ്ങിലി നമുക്ക് ബെഡ് പിച്ചിങ് എങ്ങനെ ചെയ്യണം എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോ ഹെഡിനനുസരിച്ച് നമ്മുടെ ഡിസൈനിൽ സർദാർ ഫോൾഡ് ക്രസ്റ്റിന്റെ മുകളിലുള്ള ഹെഡ് എത്രയാണോ അതനുസരിച്ചിട്ട് വേണം എത്രയാണ് പിച്ചിങ് എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് പിച്ചിങ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഡീറ്റെയിൽസ് ഓഫ് ബെഡ് പിച്ചിങ് ഈ ടേബിൾ നിന്നാണ് കിട്ടുക. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അത് പ്രകാരം നമ്മൾ സ്റ്റെപ്പ് 1 ഡിസൈൻ ചെയ്തിരിക്കുന്ന എച്ച് വാല്യൂ എത്രയാണ്, ഹെഡ് ഓവർ ക്രസ്റ്റ് എത്രയാണ്, 0.88 ആണ്. അപ്പൊ അതനുസരിച്ച് എത്രയാണ് ലെങ്ത് ഓഫ് പിച്ചിങ് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹെഡ് ഓവർ ക്രസ്റ്റ് ഈക്വൽ ടു 0.75 to 0.9. ഈ കാറ്റഗറിയിലാണ് 0.88 വരിക അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ് വരിക, 9+2HL എന്നുള്ള ഇക്വേഷൻ ആണ് വരിക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബെഡ് പിച്ചിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്, ജസ്റ്റ് പ്രൊവൈഡ് 200 mm തിക് ഡ്രൈ ബ്രിക്ക് പിച്ചിങ്. അപ്പൊ എത്ര ലെങ്ത് കൊടുക്കണം, അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ഓഫ് ബെഡ് പിച്ചിങ് അത് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് ഓഫ് ബെഡ് പിച്ചിങ്ങിന്റെ ടേബിളിന്റെ സഹായത്തോടെ എത്രയാണോ എച്ച് അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. അപ്പൊ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 9+2HL അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 9+2 into what is HL? HL നമുക്കറിയാം 1.5 ആണ്. സോ അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും, 12 മീറ്റർ കിട്ടും. ഓക്കെ, നൗ ദിസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഹൊറിസോണ്ടലി അപ് ടു ദി എൻഡ് ഓഫ് masonry wings and then sloping down at 1 in 10. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി നോക്കുവാണെങ്കിൽ see here, this should be provided, this 12 meter should be provided horizontal up to the end of masonry wings and then sloping downward at 1 in 10. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫിഗറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇത് നോക്കിക്കോ, ഇവിടം വരെ നമ്മൾ കൊടുത്ത്
അതിനുശേഷം സ്ലോപ്പിങ്ങിൽ 1/10 വേണം ബ്രിക്ക് പിച്ചിങ് കൊടുക്കാൻ. അപ്പം ബ്രിക്ക് പിച്ചിങ് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ കണ്ടോ, ഈ 1 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വെർട്ടിക്കൽ ലൈൻ കണ്ടോ, അവിടുന്ന് മുതൽ ബ്രിക്ക് പിച്ചിങ് തുടങ്ങി നമുക്ക് ഈ എൻഡിൽ വരെ ബ്രിക്ക് പിച്ചിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡീറ്റെയിൽ ഓഫ് ബെഡ് പിച്ചിങ് ഇൻ ദി ഡൗൺ സ്ട്രീം സെക്ഷൻ. Okay, so provide horizontally up to the end of the masonry wings and then sloping downward at 1/10. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ 12 മീറ്ററിൽ എത്ര പോർഷനാണ് ഹൊറിസോണ്ടലി കൊടുക്കുന്നത്, എത്ര പോർഷനാണ് ഇൻക്ലൈൻഡിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ വാർപ്ഡ് വിങ്സ് അത് എവിടെ നിന്നാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം ഓർ കമൻസ് ഫ്രം 1 meter upstream of downstream end of the impervious floor. അതായത് നമ്മുടെ ഈ ഫിഗറിൽ നമ്മുടെ ഡൗൺസ്ട്രീം ഫ്ലോറിന്റെ ഈ ഒരു ഡൗൺസ്ട്രീം എൻഡ് ഈ പോർഷൻ ആണ്. ഇവിടെ നിന്നും 1 മീറ്റർ മുന്നേ തന്നെ ഈ സംഭവം തുടങ്ങും. ഓക്കെ, 1 മീറ്റർ ahead of the downstream end. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ 1 മീറ്റർ അവിടെ കുറച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ പിച്ചിങ് എത്ര വരും, 6 മീറ്റർ വരും. ഡൗൺ സ്ട്രീമിൽ നമുക്ക് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഫ്ലോർ 7 മീറ്ററിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 6 മീറ്റർ കിട്ടും. അതേപോലെ നമുക്ക് സ്ലോപ്പിംഗ് പിച്ചിലേക്ക് ബാക്കിയുള്ള സ്ലോപ്പിംഗ് പിച്ചിങ് പോർഷനിലേക്ക് നമുക്ക് 6 മീറ്റർ കിട്ടും. അങ്ങനെ നമ്മളത് ടോട്ടൽ 6 മീറ്റർ, ഇവിടെയും ടോട്ടൽ ആയിട്ട് ഇത് 7 മീറ്റർ ആണ്. ഓക്കെ, ഈ ലെങ്ത് നമ്മൾ നേരത്തെ എടുത്തിരുന്നത് 3 × 2.3 നമുക്ക് ഇത് 7 മീറ്റർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 7 മീറ്ററിൽ 1 മീറ്റർ നമ്മുടെ ഡൗൺ സ്ട്രീം എൻഡിന്റെ തൊട്ട് മുന്നിലെ 1 മീറ്റർ ആണ്, ബാക്കിയുള്ള 6 മീറ്ററും പിന്നെ ഈ 6 മീറ്ററും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിക്ക് പിച്ചിങ് കൊടുക്കുക. ഓക്കെ, സോ ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ പിച്ചിങ് എത്രയായിരിക്കും, 6 മീറ്റർ ആയിരിക്കും. ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് പിച്ചിങ് എത്രയായിരിക്കും, 6 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ കേസിൽ പിച്ചിങ്ങിൽ ബെഡ് പിച്ചിങ്ങിന്റെ കേസിൽ നോക്കാനുള്ളത്. ലെങ്ത് ഓഫ് ബെഡ് പിച്ചിങ് കണ്ടതിന് ശേഷം എത്രയാണ് ഹൊറിസോണ്ടൽ പിച്ചിങ് കൊടുക്കുന്നത്, എത്രയാണ് സ്ലോപ്പിംഗ് പിച്ചിങ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്തത് നെക്സ്റ്റ് പിച്ചിങ് ആണ് ടോ വാൾ പിച്ചിങ് അല്ലെങ്കിൽ കർട്ടൻ വാൾ പിച്ചിങ്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പായ ടോ വാളിന്റെ കേസിൽ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു 1.5 brick thick wall ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 1.5 thick brick wall എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 1.5 brickന്റെ ടോട്ടൽ മീറ്റർ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 0.4 മീറ്റർ ആണ്. ഓക്കെ, 0.4 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ തിക്നെസ് ഓഫ് curtain wall അല്ലെങ്കിൽ toe wall അതിന്റെ തിക്നെസ് എത്രയായിരിക്കും, തിക്നെസ് ഓഫ് curtain wall or toe wall will be equal to 0.4 മീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡെപ്ത് ഓഫ് curtain wall കണ്ടുപിടിക്കണം. ഡെപ്ത് ഓഫ് toe wall or curtain wall കണ്ടുപിടിക്കണം. അത് again ഈ ഇതേ ടേബിൾ ഡീറ്റെയിൽസ് ഓഫ് ബെഡ് പിച്ചിങ്ങിന്റെ ഇതേ ടേബിളിൽ നമ്മൾ ഈ വാല്യൂ എടുക്കുന്നു. 0.88 സോറി ഇതല്ലല്ലോ, 0.88ന്റെ വാല്യൂ വരുമ്പോൾ തൊട്ട് മുമ്പിലത്തത് 0.75 to 0.9 അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെപ്ത് എത്ര കിട്ടുന്നു, 0.75 മീറ്റർ എടുക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മളിവിടെ എത്ര curtain wall കൊടുക്കണം, ഒറ്റ ഒന്ന് കൊടുത്താൽ മതി എന്നുണ്ട്. സോ 1 curtain wall അല്ലെങ്കിൽ 1 toe wall of depth 0.75 ആണ്. നമ്മളൊരു മിനിമം 1 മീറ്റർ ഡെപ്ത് കൊടുക്കും. ഓക്കെ, സോ ഫൈനലി ഇൻ കേസ് ഓഫ് toe wall pitching provide 0.4 meter thick and 1 meter deep curtain wall. Okay, only one curtain wall. Okay, one curtain wall at the downstream end. Okay, so this is the case of toe wall. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പം ബെഡ് പിച്ചിങ് ആയി ടോ വാൾ ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്, സൈഡ് പിച്ചിങ് ആണ്. സൈഡ് പിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാനുണ്ട്. അപ്പൊ സൈഡ് പിച്ചിങ്ങിന്റെ കേസിൽ അഗെയിൻ പ്രൊവൈഡ് 200 mm thick side pitching. 200 mm thick side pitching. Or you can say provide 200 mm thick side pitching consisting of 1 brick on edge laid over 1 flat brick in cement mortar. Side pitching should be warped for a slope of 1:1 to 1.5:1 and then it should be curtailed at an angle of 45 degree from the end of bed pitching in plan. ഇത് നമുക്ക് വരയ്ക്കുമ്പോഴേക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ എങ്ങനെയാണ് ഡൗൺ സ്ട്രീം പിച്ചിങ്ങിന്റെ കേസിൽ 3 നമ്മൾ ചെയ്യുന്നത്. ബെഡ് പിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു.
ടോ വാൾ അല്ലെങ്കിൽ കർട്ടൈൻ വാൾ. ഓക്കെ, ടോ വാൾ ഓർ കർട്ടൈൻ വാൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കണ്ടു. ദെൻ ഹൗ മച്ച് ഷുഡ് ബി ദി സൈഡ് പിച്ചിങ്. സൈഡ് പിച്ചിങ് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ 200 mm മിനിമം തിക്നെസ് ഉള്ള സൈഡ് പിച്ചിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റെപ്പ് 8, എനർജി ഡിസിപ്പേറ്റേഴ്സ്. എനർജി ഡിസിപ്പേറ്റേഴ്സ് നമുക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് ആദ്യം നോക്കണം. നമ്മുടെ ഇവിടെ ഡിസൈനിൽ നമ്മൾ എടുക്കുന്ന ഡിസൈൻ എന്തായാലും ഹൈ ഡിസ്ചാർജിന്റെ ഡിസൈൻ ആണ് നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഡിസൈൻ ഹൈ ഡിസ്ചാർജ് ആണെങ്കിൽ നിർബന്ധമായിട്ടും എനർജി ഡിസിപ്പേറ്റേഴ്സ് കൊടുക്കണം. അതേസമയം ലോവർ ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് എനർജി ഡിസിപ്പേറ്റേഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 rows. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 rows ഓഫ് friction blocks in the cistern and 2 rows of cube blocks. എന്ത് ചെയ്യുന്നു, 2 റോ ഫ്രിക്ഷൻ ബ്ലോക്ക് ആയിരിക്കും, 2 റോ എന്തായിരിക്കും, ക്യൂബ് ബ്ലോക്സ് ആയിരിക്കും. ഇതൊക്കെ ഇവിടെ കൊടുക്കുന്ന ഡൗൺ സ്ട്രീം എൻഡിലോട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മുടെ ക്രസ്റ്റ് വാൾ കഴിഞ്ഞ് സിസ്റ്റേൺ പോർഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ 2 റോ എന്ത് ചെയ്യുന്നു, ഫ്രിക്ഷൻ ബ്ലോക്ക് കൊടുക്കുന്നു, 2 റോ എന്ത് ചെയ്യുന്നു, ക്യൂബ് ബ്ലോക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത് എത്ര ഹൈറ്റിലേക്ക് കൊടുക്കണം അതൊക്കെ അറിയണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ ഡെപ്ത് DC അറിയണം. അപ്പൊ ക്രിട്ടിക്കൽ ഡെപ്ത് DC എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുമ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ചിലവർ DC എന്ന് എടുത്തിട്ടുണ്ടാവും, ചിലർ YC എന്ന് എടുത്തിട്ടുണ്ടാവും. YC is equal to Q²/G whole power 1/3 അല്ലെങ്കിൽ YC cube is equal to Q²/G എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ DC കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം നമുക്ക് Q കിട്ടും. Q എന്താണ്, യൂണിറ്റ് ഡിസ്ചാർജ് ആണ്. യൂണിറ്റ് ഡിസ്ചാർജ് അറിയണമെങ്കിൽ ക്യാപിറ്റൽ Q/B ആണ്. ക്യാപിറ്റൽ Q നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 45 ആണ്. B ചാനൽ ബെഡ് വിഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്നത് 28 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് Q കിട്ടും എത്രയാണ്, 1.607. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ DC will be equal to 1.607 square divided by 9.81. കാരണം G എന്താണ്, 9.81 whole power 1/3. ഇത് almost equal to 0.64 കിട്ടും. I will be taking it approximately equal to 0.7 meter. Critical depth എത്ര എടുക്കുന്നു, 0.7 meter. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സൈസ് ചെയ്യാൻ പോകുന്നത്. സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്സ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്സ്. അപ്പൊ നമുക്ക് DC 0.7 കിട്ടിയത് സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും ആദ്യം സൈസിൽ ലെങ്ത് എടുക്കുന്നു. ലെങ്ത് ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു 2 DC. ഓക്കെ, ലെങ്ത് ഓഫ് ബ്ലോക്ക് തന്നെ കൊടുക്കുക. ദിസ് ഈസ് ഈക്വൽ ടു 1.4 meter. ഓക്കെ, സിമിലർലി വിഡ്ത്ത് എത്ര എടുക്കുന്നു, വിഡ്ത്ത് ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു DC ആയിട്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.7 meter. ഹൈറ്റ് എന്തായിട്ട് എടുക്കുന്നു, ഹൈറ്റ് നമ്മൾ DC ആയിട്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.7 meter. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഫ്രം toe of crust. ഓക്കെ, ആ ക്രസ്റ്റ് പോർഷന്റെ ടോയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഇത് കൊടുക്കേണ്ടതെന്ന് എടുക്കുന്നതിന് നമ്മൾ 1.5 DC എടുക്കുന്നു. സോ 1.5 DC is equal to almost equal to 1.05 കിട്ടും. അതിനെ ഞാൻ almost equal to 1 meter എന്ന് എടുക്കും. അപ്പൊ 1 meter അകലത്തിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫ്രിക്ഷൻ ബ്ലോക്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ ബ്ലോക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, we have to provide 2 rows of friction blocks. ഓക്കെ, അപ്പൊ നമ്മളത് കൊടുക്കുന്നത് സ്റ്റാഗേർഡ് മാനറിലായിരിക്കും. ഒന്നിങ്ങനെയാണെങ്കിൽ അടുത്തത് ഇങ്ങനെ സ്റ്റാഗേർഡ് മാനറിലേക്കും കൊടുക്കുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഫ്രം ടോ ഓഫ് ദി ട്രസ്റ്റിൽ നിന്ന്, അതായത് ആ ടോപ്പ് പോർഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 meter അകലത്തിൽ തുടങ്ങിയിട്ടായിരിക്കും ഈ ഫ്രിക്ഷണൽ ബ്ലോക്ക് കൊടുക്കുന്നത്. അതിന്റെ ലെങ്ത് എത്രയായിരിക്കും, 1.4 ആയിരിക്കും. വിഡ്ത്ത് എത്രയായിരിക്കും, 0.7 ആയിരിക്കും. ഹൈറ്റ് എത്രയായിരിക്കും, 0.7 ആയിരിക്കും. ഇനി ഇതേപോലെ ക്യൂബ് നമുക്ക് അടുത്ത എന്ത് നോക്കണം, ക്യൂബ് ബ്ലോക്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ ഒരു ഫിഗറിൽ ഈ ഒരു പോർഷൻ കാണുന്നതാണ്. നമുക്ക് ഇവിടെ 0.7 വരച്ചിട്ടുണ്ട്, ഇവിടെ 0.7 വരച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രിക്ഷണൽ ബ്ലോക്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ബ്ലോക്സ്. അതേസമയം നമ്മൾ കൊടുക്കുന്ന
Q blocks ദേ ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 0.2 into by 0.2 by 0.2 അതാണ് നമ്മുടെ Q blocks വരുന്നത് കേട്ടോ. ഇനി ആ Q blocks എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ശ്രദ്ധിക്കുക. 1/10 D ആണ്. Depth of water ആണ്. So this is equal to 1/10 into 1.8 ആണ് നമ്മുടെ depth of water. So approximately this is equal to 0.18 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നത് approximately equal to 0.2 meter എടുക്കുന്നു. Okay, 0.2 meter എടുക്കും. അതേപോലെ ഇനി width calculate ചെയ്യുമ്പോൾ same equation 1/10 D ആണ്. So this is also approximately equal to 0.2 meter. Height calculate ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം 1/10 D ആണ്. So this is equal to 0.2 meter. Again this is also provided as 2 rows, 2 rows ആയിട്ട് zigzag mannerലാണ് നമ്മൾ ഇത് കൊടുക്കുക. Okay, 0.22 ഈ രീതിയിൽ zigzag mannerലാണ് കൊടുക്കുക. So provide 2 rows of staggered Q blocks at end of impervious flow. Okay, നേരെ മറിച്ച് ഫ്രിക്ഷണൽ ബ്ലോക്ക് നമ്മൾ എവിടെയായിരുന്നു കൊടുത്തിരുന്നത് 2 rows of staggered frictional block at a distance of 1 meter from toe of crust. 2 rows of frictional block staggered at a distance of 1 meter from toe of crust. അതേപോലെ Q blocks എവിടെയാണ് കൊടുക്കുന്നത്? Again this is also 2 rows staggered തന്നെയാണ്. പക്ഷെ എവിടെയാണ് കൊടുക്കുക? At the end of impervious flow. അപ്പോൾ ഇത്രയും കൂടി ആയ നമ്മുടെ സ്റ്റെപ്പ് 8 ആയി. എനർജി ഡിസിപ്പേറ്റേഴ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആകെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിച്ചിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ക്രിട്ടിക്കൽ ഡെപ്ത് നമ്മൾ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ഫ്രിക്ഷണൽ ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്യൂബ് ബ്ലോക്സിന്റെ ഡിസൈനും കൂടി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് 8-ലുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 9, upstream approach. So upstream approach ന്റെ radius of upstream wing ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ഇക്വേഷൻ ഡയറക്ട്ലി 6h ആണ് യൂസ് ചെയ്യുന്നത്. സോ 6h പറയുമ്പോൾ 6 into h നമുക്കറിയാം വാല്യൂ എത്രയാണ്, അപ്സ്ട്രീമിലെ വാട്ടർ ലെവലാണ് 0.88. സോ ഇത് ഡയറക്ട്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 5.3 നിങ്ങളുടെ റേഡിയസ് ഓഫ് വിങ് ആയിട്ട് കിട്ടും. അപ്പോൾ അപ്സ്ട്രീം വിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് എത്രയായിട്ട് കൊടുക്കണം, 5.3 ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു ദാറ്റ് thus provide upstream wing having segmental portion of radius 5.3 ആണ് ട്ടോ, 5.3 and subsitting at an angle of 60 degree at the center from upstream edge of the crust wall. Upstream edge of crust wall ന്റെ അവിടുന്ന് 5.3 angle എടുത്തിട്ട് 5.3 meter radius എടുത്തിട്ട് നമ്മൾ ഇത് വരയ്ക്കുക. Okay, the wind should then be carried along straight line tangential to the segment and embedded in earthen banks of the channel by a minimum of 1 meter from the line of full supply level. Okay, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് വരയ്ക്കേണ്ടത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ, കാരണം ഓൾറെഡി ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വീഡിയോ ആയി. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓൾറെഡി നമ്മൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൂടി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഹാഫ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്ലാൻ കാണിക്കും, അതേപോലെ ക്രോസ് സെക്ഷനും കൂടി കാണിക്കും. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. വീഡിയോ തേഴ്സ്ഡേ ആകുമ്പോഴേക്കും അപ്ലോഡ് ആവും. സോ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ തന്നിരിക്കുന്ന വാല്യൂ തെറ്റാണ് എങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം ഇത് വരച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ അപ്സ്ട്രീം ഫ്ലോർ നോക്കുക, അതിനുശേഷം ഈ ക്രസ്റ്റ് വരയ്ക്കുക, സിസ്റ്റേണിന്റെ ഈ ഡ്രോപ്പ് എത്രയാണ് തന്നിട്ടുണ്ട്, ഈ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്, സിസ്റ്റേൺ ലെങ്ത് തന്നിട്ടുണ്ട്, അതിനുശേഷം നമ്മുടെ ഇത് എന്താ സൈഡ് പിച്ചിങ്ങും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. എത്രയാണ് സ്ലോപ്പിങ്ങിന്റെ സ്ലോപ്പ് 1/10 തന്നിട്ടുണ്ട്. ദെൻ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എത്രയാണ്, ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എത്രയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം മിനിമം ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇപ്പൊ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം.